നമുക്കെന്തൊരു മോട്ടിവേഷന്റെ ദിവസമായിരുന്നു കേട്ടോ ഡോക്ടർ. ഇല്ലേ വി.എസ്. രഞ്ജിത്ത് രാവിലെ തന്നെ ഒരു മോട്ടിവേഷൻ തന്നു. ആ ഒരു അധ്യാപകനെ എതിരെ കൊലവിളി നടത്തിയ ഒരു വിദ്യാർത്ഥി, അതിലുള്ള അഭിപ്രായം എന്താണ്? ആ വീഡിയോ പുറത്തുവിടാൻ പാടുമായിരുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വിദ്യാർത്ഥി, ഞാൻ അതാണ് ഇന്ന് പറയണം എന്ന് വെച്ചത് നമ്മുടെ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും, ആ വിദ്യാർത്ഥിയായി തന്നെ നമ്മൾ കാണണം. ബാല്യത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു കാലമാണ്. ആ കാലത്തിൽ പലതരം ചിന്തകൾ കുട്ടികളുടെ ഇടയിൽ വരും. അവൻ ഹീറോയിക് ആവാൻ ശ്രമിക്കും, സിനിമയിൽ കാണുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കും, അത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരും, അവനൊരു ഹീറോ ആവാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു അധ്യാപകൻ എങ്ങനെയാണ് കാണുന്നത്? അവൻ്റെ ഈ മാറ്റങ്ങളെയൊക്കെ വളരെ കൗതുകത്തോടു കൂടി നിരീക്ഷിച്ച്, എന്നാൽ വളരെ കൃത്യമായ കൗൺസിലിംഗ് കൊടുത്ത് ആ കുട്ടിയെ തിരിച്ച് ആ ജീവിതപാതയിലേക്ക് കൊണ്ടുവരണം. പകരം അധ്യാപകൻ അതേ പകയോടുകൂടി വിദ്യാർത്ഥിയോട് പെരുമാറും. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കാം മൊബൈൽ ഫോണിൽ അത് പകർത്തി, അതിൽ തെറ്റില്ല. കാരണം നാളെ ഈ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു അറിയില്ല. പക്ഷേ അത് പുറത്തുവിടാൻ പാടില്ല. പ്രചരിപ്പിച്ചതോടുകൂടി യഥാർത്ഥത്തിൽ ആ കുട്ടിയെ ഒരു ക്രിമിനലാക്കി ചിത്രീകരിക്കാൻ ഒരു വാസനയുള്ളവരുടെ കൈകളിലേക്കാണ് ദൃശ്യങ്ങൾ കിട്ടിയത്. നമ്മളടക്കം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ ഒരുപാട് ലേഖനങ്ങൾ അതിനെക്കുറിച്ച് കൊടുത്തു, ഓൺലൈനിലും ഡിജിറ്റലും അടക്കം. രാവിലെ തന്നെ നമ്മൾ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ആ കുട്ടിയെ ചേർത്ത് വിളിക്കണം എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ പെരുമാറും. തീർച്ചയായും ഒരു മുൻ അധ്യാപകനിൽ നിന്ന് കൂടിയാണ് നമ്മളത് കേൾക്കുന്നത്. പലതരത്തിലുള്ള അധ്യാപകരുണ്ട്.